ഒരുപക്ഷെ സംസ്ഥാനത്തെ തന്നെ മൊത്തം കരിച്ചു കളയാൻ സാധ്യതയുള്ള, അതായത് തകർത്ത് തരിപ്പണമാക്കാൻ സാധ്യതയുള്ള ഒരു വിവാദമായിരുന്നു വടകരയിലെ കാഫർ സ്ക്രീൻഷോട്ട് വിവാദം. ഇപ്പോ പുറത്തു വന്നിരിക്കുന്ന സത്യങ്ങള് യു ഡി എഫിന്റെ മനസ്സവാച കർമ്മണ അറിയില്ല, ഷാഫി പറമ്പില് മനസ്സവാച കർമ്മണ അറിയില്ല. അവിടെ ഒരു പാവപ്പെട്ട മൊബൈൽ ഷോപ്പുകാരനുണ്ട്, അവനാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദമാണ് എടുത്തിട്ടത്. ആ പാവം സാധു അയാളുടെ മൊബൈലും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. എന്നിട്ടും അറസ്റ്റ് ചെയ്ത് അകത്തിടാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ ഹൈക്കോടതിയിൽ പോയി അറസ്റ്റൊക്കെ തടഞ്ഞു. കേസ് അന്വേഷിക്കണം, ആരാണ് ഇതിന്റെ പിന്നിൽ, സ്ക്രീൻഷോട്ടിന്റെ പിന്നിൽ ആരാണ് എന്ന് അറിയണം. കാരണം കേരളം കത്തിക്കാനുള്ള ഒരു വലിയൊരു സംഭവമായിരുന്നു ഇത്. കേവലം ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഇറക്കി വിടുന്ന ഒരു സംഗതിയാണ് എന്നുണ്ടെങ്കിലും അത് കേരളം കത്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഒരു രാജ്യദ്രോഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്, അതിന്റെ പിന്നിൽ ആരൊക്കെ ആണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് എന്ന് മറ്റാരേക്കാളും ഷാഫി പറമ്പലിന് യു ഡി എഫിനും ആവശ്യമായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അവിടെ ഇത് പ്രചരിപ്പിച്ചത് എൽ ഡി എഫ് ആണ്. ശൈലജ ടീച്ചറുടെ വിജയത്തിന് വേണ്ടിയിട്ട്, അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഷാഫി പറമ്പലിനെ തറപറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ. ഇവിടെ ഉള്ളൊരു വിഷയം രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കുക എന്നുള്ളതാണ്. ആരെയും എന്തും പറയാം, എന്ത് തമ്മാടിത്തരവും പറയാം, എന്നിട്ട് അതിന്റെ രാഷ്ട്രീയം എന്ന് പേര് വിളിക്കാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു ഇഡിന്റെ കാറ് തല്ലിപ്പൊളിച്ച്. ഏതായാലും ശക്തമായ നിലപാട് നടപടി വന്നപ്പോ ജാമ്യം കിട്ടാൻ ഇനി ബുദ്ധിമുട്ടും, ഇനിയിപ്പോ തല്ലിപ്പൊളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. ഏതായാലും കാഫർ സ്ക്രീൻഷോട്ട് പോലെയുള്ള കാര്യങ്ങളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രതിനിധികൾ, പ്രാദേശിക നേതാക്കളൊക്കെയാണ് ഈ സംഭവം. അതുകൊണ്ട് പുറത്തുവിടുന്ന സത്യങ്ങള് യു ഡി എഫ് പറയുന്നത് അവരുടെ രാഷ്ട്രീയ നിലപാടുകളുടെ വിജയമാണ് എന്നാണ്. കാര്യം ഈ വ്യാജ നിർമ്മിതിയുടെ യാഥാർത്ഥ്യം നിയമപരമായിട്ട് പുറത്തു കൊണ്ടുവരാൻ നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തിന് തയ്യാറായ പോലീസ്, അതിന് പിന്നില് ജനവിരുദ്ധ രാഷ്ട്രീയത്തെ നാടിന് മുന്നിൽ തുറന്നു കാട്ടാൻ നട്ടല് കാണിച്ചിട്ടുള്ള പൊതുസമൂഹം, അവരോടൊക്കെ ഷാഫി പറമ്പില് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത് കേട്ടു. ഈ ഘട്ടത്തിൽ നമ്മൾ ചേർത്ത് പറയേണ്ടത് മുൻ എം എൽ എ ആയിട്ടുള്ള പാറക്കൽ അബ്ദുള്ള, അങ്ങനെയുള്ള കുറെ പേരാണ്. തുടക്കം മുതൽ ഈ കേസിനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പല കോണുകളിൽ നിന്ന് പല രീതിയിലുള്ള വിമർശനങ്ങൾ വന്നപ്പോഴും ഇത് പുറത്തു വരേണ്ടത് അത്യാവശ്യമാണ്. ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ നിന്ന് അറിയേണ്ടത്, ഈ നാടിനോട് ചെയ്യേണ്ട നീതിയാണ്. അല്ല എന്നുണ്ടെങ്കിൽ നാളെ വീണ്ടും ഈ സമൂഹം സമാധാനം പറയേണ്ടി വരും എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടെ നിയമ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാനും അത് ഏതറ്റം വരെയും നിൽക്കാനും അതിന് പിന്നാലെ ഓടാനും അദ്ദേഹം കാണിച്ചുള്ള ധീരത, അത് സത്യം പറഞ്ഞാൽ ഷാഫി പറഞ്ഞതുപോലെ അഭിനന്ദനാർഹം തന്നെയാണ്. കാരണം അതായിരിക്കണം നേതാക്കൾ എന്ന് പറയുന്നത്. അതുപോലെ ആ മൊബൈൽ ഫോൺ പാവം മുഹമ്മദ് കാസിം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ഒരു മൊബൈൽ ഷോപ്പ് നടത്തി. അത് മൊബൈൽ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പെട്ടി ഷോപ്പാണ്. അത് എങ്ങനെയെങ്കിലും ഉന്തിത്തള്ളിക്കൊണ്ട് പോവുകയാണ്. അവനാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മണ്ടയിൽ ചാർത്തി ഒതുക്കാൻ, നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കി കേസ് ഒതുക്കാൻ എല്ലാവരും മിടുക്കരാണല്ലോ. കാര്യം അങ്ങനെയായിരുന്നു അത്. ഏതായാലും കാസിം തന്റെ മൊബൈലുമായിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ഈ കള്ളക്കളി പൊളിക്കുന്നതിൽ നിർണായക ഒരു സംഭവമായിട്ട് അത് മാറി. CPM കാലങ്ങളായിട്ടുള്ള രാഷ്ട്രീയ ശൈലിയുണ്ട്. അവരുടെ ആളുകൾ എവിടെയെങ്കിലുമൊക്കെ വല്ല കൊലപാതകം നടത്തിയാലോ, അല്ലെങ്കിൽ ബോംബ് നിർമ്മാണത്തിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടാലോ, അല്ലെങ്കിൽ അവരുടെ കയ്യോ കാലോ പൊട്ടിയാലോ പൊളിഞ്ഞാലോ, ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ സൈബർ ഇടങ്ങളിലൊക്കെ എന്തെങ്കിലും വൃത്തികേടുകൾ എഴുതി പിടിപ്പിച്ചാലോ, അതിനൊന്നും പാർട്ടിക്ക് പങ്കില്ല എന്ന് ആദ്യം അങ്ങ് പറയും. ഇപ്പൊ കണ്ണൂരിൽ പലയിടങ്ങളിലും ബോംബ് സ്ഫോടനം നടക്കുന്നുണ്ട്, അത് പാർട്ടിക്ക് പങ്കില്ല. ഇനി പ്രവർത്തകരുടെ കൈയേറ്റ് പോകുന്നുണ്ട്, അത് പാർട്ടിക്ക് പങ്കില്ല. പക്ഷെ പാർട്ടിക്കൊന്നും പങ്കില്ല എന്നുണ്ടെങ്കിലും ആരെങ്കിലും തട്ടിപ്പോയാൽ 1-2 കൊല്ലം കഴിയുമ്പോൾ ആ തട്ടിപ്പോയതിന്റെ പേരിൽ രക്തസാക്ഷി മണ്ഡപത്തിന് പേരിട്ടുണ്ട് ഇവർ വരുന്നതും കാണാം. അറിവോടെ അല്ല, നേതൃത്വത്തിന്റെ അറിവോടെ അല്ല, പാർട്ടി അറിയില്ല എങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പാർട്ടിക്ക് അറിയാം, പാർട്ടി നേതാക്കൾക്കറിയാം. ഈ കാഫർ സ്ക്രീൻഷോട്ടൊക്കെ AKG സെന്റർ അടക്കമുള്ള എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതുണ്ടാക്കിയത് എന്ന് വ്യക്തമാണ്. UDF ആരെങ്കിലും എവിടെയെങ്കിലും ഒരു സാധാരണ കമന്റ് ഇട്ടാൽ പോലും UDF വേണമെന്നില്ല, CPM ഇടതുപക്ഷമോ അല്ലാത്ത ആരെങ്കിലും ഏതെങ്കിലും പോസ്റ്റിന് താഴെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അവർക്കെതിരെ കേസുകൾ വരും. ഇനി അത്തരത്തിലൊരു കമന്റ് ഇടുന്ന UDF ഒരു അനുഭാവി, അതായത് അടുത്തുകൂടി ഒരു UDF-കാരൻ പോയിട്ടുള്ള ആരെങ്കിലും ഒരാളാണെങ്കിൽ കൂടി അങ്ങ് ഡൽഹിയിൽ ഇരിക്കുന്ന സോണിയാഗാന്ധി വരെ മറുപടി പറയണം എന്ന്
തമാശ രൂപേണ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. സത്യത്തിൽ അക്ഷരം പ്രതി ശരിയാണ്. ഇവിടെ ഒരാളെ തല പോയി കഴിഞ്ഞാലും അത് പാർട്ടി അറിയില്ല, ആരും അറിയില്ല, ആരും സമാധാനം പറയേണ്ട ആവശ്യമില്ല. പക്ഷെ മറുഭാഗത്ത് ആഞ്ഞൊരു കീഴ്വായി ഇട്ട് കഴിഞ്ഞാൽ അതിന് സോണിയാഗാന്ധി മറുപടി പറയണമെന്ന് അവർ പറയും. ഈ CPM തന്നെ, CPM അണി അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം AKG സെന്റർ അടക്കം അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യാജ സ്ക്രീൻഷോട്ട്, ഷാഫി പറമ്പിൽ ഒരു വർഗീയതവാദിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട്, അത് തെരഞ്ഞെടുപ്പിലെ പ്രധാന അജണ്ടയാകുന്നു. എന്നിട്ട് അവിടുത്തെ സ്ഥാനാർത്ഥി മുതൽ എല്ലാ പ്രാദേശിക നേതാക്കളും എല്ലാവരും അടങ്ങുന്ന വലിയൊരു നിര അതങ്ങോട്ട് പ്രചരിപ്പിച്ചിട്ട് അതിന് ഷാഫി പറമ്പിൽ സമാധാനം പറയണം, കോൺഗ്രസ് സമാധാനം പറയണം എന്ന രീതിയിൽ വലിയ ഒരു പ്രചരണം അല്ലെങ്കിൽ ഒരു ആരോപണം അങ്ങ് ഇറക്കി വിടുന്നു. മറ്റുള്ളവരുടെ പേരിൽ വ്യാജമായി ഒന്ന് ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ നിന്ന് സ്വയം അങ്ങോട്ട് രോഷം കൊള്ളുക, എന്നിട്ട് വലിയ വർഗീയ വിരുദ്ധ പ്രചാരകരായിട്ട് അങ്ങോട്ട് മാറുക. ഇതൊക്കെ CPM-ന്റെ ഇന്നും നിലയുള്ള തന്ത്രമൊന്നും അല്ല, കുറച്ച് പഴയ തന്ത്രമാണ്. നമ്മുടെ സന്ദേശം സിനിമയിൽ ശങ്കരാടി പറഞ്ഞ ഡയലോഗ് എക്കാലത്തെയും ഒരു ഒരു മൂല്യവത്തായിട്ട് വാചകമായിട്ട് കിടക്കുകയാണ്. എവിടെ ചെന്ന് ആരപ്പം ചെത്താലും കോഴിക്ക് കിടക്കപ്പുറത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് എന്തു പറഞ്ഞാലും അത് CPM-ന്റെ പരിപാടിക്ക് എത്തുന്നുണ്ട്. അത് അവരുടെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. എന്തൊരു കഷ്ടം! ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയും നേതാക്കളെയും ഒക്കെ വർഗീയവാദികളായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ഈ CPM ഈ കള്ളത്തെ പരമാവധി അന്ന് ഉപയോഗിച്ചിരുന്നു, ആ കാലത്ത് ഉപയോഗിച്ചിരുന്നു. നിയമപരമായി തന്നെ ഇപ്പോ CPM-ന് വലിയ തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോഴും ഒന്നും അറിയാത്ത പോലെ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണം എന്ന മട്ടിൽ ഒഴിഞ്ഞു മാറാനാണ് നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. താഴെ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രാദേശിക നേതാക്കളുടെ കാര്യം മൈൻഡ് ചെയ്യണില്ല. ഈ കേസ് ഇവിടം കൊണ്ട് അവസാനിക്കരുത് എന്നാണ് കേരളത്തിലെ സമാധാനപൂർവ്വം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മലയാള സമൂഹം ആഗ്രഹിക്കുന്നത്, അവർക്ക് പറയാനുള്ളത്. അന്വേഷണം ഇത് പൂർണ്ണമായ തോതിൽ ഇത് മുന്നോട്ട് പോകണം. വ്യാജരേഖയുടെ യഥാർത്ഥ ഇപ്പോ ആദ്യം ഷെയർ ചെയ്ത ഗ്രൂപ്പ് വരെ കിട്ടിയിട്ടുള്ളൂ, അഡ്മിൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി ആരാണിത് ഉണ്ടാക്കിയത്, ആരാണിത് ഉണ്ടാക്കാൻ പറഞ്ഞത്, ഇതിന്റെ ആശയം സംവിധാനമൊക്കെ ആരാണ്, ഛായാഗ്രഹണം ആരാണ്, ഇതൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരത്തിൽ ആൾക്കാരെ കണ്ടെത്താൻ കഴിയാഞ്ഞിട്ടല്ല, പിണറായിന്റെ പോലീസായിരുന്നു, പിണറായിക്ക് ഉത്തരവ് കൊടുത്തിട്ട് പോലീസിനെ കൊണ്ടത് കണ്ടെത്താൻ കഴിയുമായിരുന്നു. പക്ഷേ ഒരാഴ്ച കൊണ്ട് തീർക്കാവുന്ന ആ കേസ് മാസങ്ങളോളം നീട്ടിക്കൊണ്ടുപോയി. കാരണം ഇത് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ പോലീസിന് അറിയാമല്ലോ ഇത് എവിടെ നിന്നാണെന്നുള്ളത്. 2-3 ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയാൻ പറ്റും. അതൊരു പ്രാദേശിക നേതാവിൽ ചെന്ന് നിന്നപ്പോ അവിടെ തട്ടി ആ അന്വേഷണം നിന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രാദേശിക നേതാവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അന്വേഷണം അവസാനിപ്പിക്കേണ്ടി വന്നു. ഏതെങ്കിലും ഒരു UDF പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു അനുഭാവിക്കോ ആർക്കെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ UDF-ന്റെ അയലക്കത്തൂടെ പോയിട്ടുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഇതിനകത്ത് പങ്കുണ്ടായിരുന്നെങ്കിൽ അന്ന് 10 വർഷത്തോടെ പിണറായി വിജയൻ ഭരിച്ചതാ. പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് അവരെ വെറുതെ വിടുമായിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അല്ലാതെ തന്നെ ഒന്ന് പ്രതികരിച്ചപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് അവരെ തലയടിച്ചു പൊട്ടിക്കുന്നു, ഹെൽമറ്റ് കൊണ്ട് ഇടിച്ചു പൊട്ടിക്കുന്നു, വടി കൊണ്ട് നെഞ്ചാമുടി അടിച്ചു പൊട്ടിക്കുന്നു, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത കോലത്തിലാക്കുന്നു, എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയുന്നു. ആ കാലമാണ്. അപ്പൊ ഇത് ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുമ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു UDF ആരെങ്കിലും ആണ് ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് എന്ന് സംശയിക്കെങ്കിലും ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ എന്നാണ് ആലോചിക്കുന്നത്. അതറിയാവുന്നതുകൊണ്ടാണ് പാവം കാസിം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. തുടക്കത്തിൽ തന്നെ ഇതിന്റെ പിന്നില് സ്വന്തം ആളുകളാണ് എന്ന കൃത്യമായ ബോധ്യം പോലീസിനുണ്ട്. ഒരു DYFI നേതാവിലേക്ക് ഇതിന്റെ അന്വേഷണം എത്തിയപ്പോൾ അവിടെ വെച്ച് കേസ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ കാരണം, അതിന് വേറൊരു കാരണം അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് താഴെത്തട്ടിലുള്ള ഏതെങ്കിലും ഒരാളുടെ ബുദ്ധിയൊന്നും അല്ല. കാരണം ഇത് വടകരയുടെ മണ്ണില് വലിയ രാഷ്ട്രീയ ലാഭം വേണം. ആ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് വിഷം നന്നായിട്ട് കലക്കണം. എന്നിട്ട് ഷാഫി പറമ്പിനെ മലർത്തി അടിച്ചുകൊണ്ട് CPM-നോട് വലിയ വിജയം നേടണം. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയുടെ ഉന്നതതല നേതൃത്വം അറിയാതെ ഇത്തരത്തിലുള്ള സ്ക്രീൻഷോട്ട് പ്രചരിക്കും. അത് വളരെ പെട്ടെന്നാണ് അത് പ്രചരിച്ചത്. അങ്ങനെ പ്രചരിക്കുമെന്ന് കരുതുന്നത് മണ്ടത്തരമാണ്. ഇത്തരത്തിലുള്ള ഒരു നിർമ്മിതി ഈ സമൂഹത്തിന് എത്ര കണ്ട് ദോഷകരമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു നാടിന്റെ ഐക്യത്തെ മുഴുവൻ തകർക്കാനും അതിനെ ഒരു പൊളിറ്റിക്കൽ പോയിസണാക്കി അങ്ങോട്ട് വെതറാനുമാണ് സത്യത്തിൽ CPM ശ്രമിച്ചത് എന്ന് പറയാതിരിക്കാൻ വയ്യ. സത്യത്തിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള സ്ക്രീൻഷോട്ടും മറ്റു കാര്യങ്ങളും ഇറങ്ങി പോകുമ്പോൾ അതിനെ നാടിനെ മുഴുവൻ എന്താ പറയാ ഒരു പൊളിറ്റിക്കൽ പോയിസണായിട്ട് പോകുമ്പോൾ സത്യത്തിൽ ഇവരെ വിളിക്കേണ്ടത് ഒരു കമ്മ്യൂണൽ പോയിസൺ ആണെന്നാണ്, ഒരു വർഗീയ വിഷമാണ്
ഈ പറയുന്ന ആൾക്കാർ എന്ന് പറയേണ്ടി വരികയാണ്. ആരാണ് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ കമ്മ്യൂണൽ പോയിസൺ എന്നത് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കേവലം ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി സമൂഹത്തിൽ വിഷം കലക്കുന്നത് CPM-ലെ ചിലരുടെ ഒരു സ്ഥിരം സ്വഭാവമായി മാറിയിരിക്കുന്നു എന്നത് അത്യന്തം ഖേദകരമാണ്. നമ്മുടെ സ്വന്തം പ്രവർത്തനത്തിന്റെ മികവ് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് വന്നിട്ടുള്ള ഒരു വളർച്ച, ഇപ്പോ കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിച്ചപ്പോ വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നു എന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. കുറച്ചൊക്കെ നടന്നിട്ടുമുണ്ട്. എന്നാൽ ആ വികസന പ്രവർത്തനങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവർക്ക് പറ്റുന്നില്ല. അതായത് എന്തൊക്കെയാണോ ചെയ്തത് അത് എടുത്തു കാണിച്ചതേ ഞങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇന്നെടുത്ത് കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവർക്ക് പറ്റുന്നില്ല. ആ സ്ഥാനത്ത് ഇതുപോലെ സ്ക്രീൻഷോട്ടുകൾ ഇറക്കി വിട്ടിട്ട് എതിരാളികളെ തറപറ്റിച്ചുകൊണ്ട് ആ കലക്കവെള്ളത്തിനിടയിൽ കൂടി നൂഴ്ന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീക്കമാണ് സത്യത്തിൽ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വടകരയിൽ ആദ്യമായിട്ടുണ്ടായ ഒന്നൊന്നുമല്ല. TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഇന്നോവ അറിയാലോ, മാഷാള്ള സ്റ്റിക്കർ ആരും മറന്നിട്ടൊന്നുമില്ല. അന്ന് ആ ഇന്നോവയുടെ പുറത്ത് ബേക്കിൽ മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതൊരു വിഭാഗത്തിന്റെ മുസ്ലിം വിഭാഗത്തിന്റെ മണ്ടയിലേക്ക് വെച്ചുകൊണ്ട് CPM ഗുണ്ടകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവസരമൊരുക്കിയ CPM-ന്റെ തന്ത്രം അത് ആരും മറന്നിട്ടില്ല. അതുപോലെ ഫസലിനെ കൊലപ്പെടുത്തിയ ശേഷം RSS-ന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി. എന്നിട്ട് ക്ഷേത്രമുറ്റത്തേക്ക് ചോര പുരണ്ട തൂവാല എറിഞ്ഞ ബുദ്ധി ഒന്ന് ആലോചിക്കണം എന്താണെന്നുള്ളത്. RSS മനസാവാച കർമ്മണ അറിയാത്ത കൊലപാതകമാണ്. RSS നല്ലതാണെന്നോ അതിനെ വെള്ളപൂശുന്നോ അതൊന്നും അല്ല ഞാൻ പറയുന്നത്. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ. ആ കേസിൽ RSS-ന് എന്തായാലും പങ്കൊന്നുമില്ല. പക്ഷെ ഒരു കൊലപാതകം നടത്തിയിട്ട് അത് RSS-ന്റെ ചുമലിലേക്ക് വെച്ച് കെട്ടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തൂവാല എറിഞ്ഞിരുന്നു. അന്ന് ചോര പുരണ്ട തൂവാല എറിഞ്ഞിരുന്നു. അതിനുള്ള പിന്നിലെ ബുദ്ധി ആരുടേതായിരുന്നു എന്ന് ചിന്തിക്കണം. ഇതിനൊക്കെ തുടർച്ച തന്നെയായിട്ടാണ് വടകരയിലെ കാപ്പറിന്റെ സ്ക്രീൻഷോട്ടിനെ നമുക്ക് കാണേണ്ടത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പേരാമ്പ്രയിലടക്കം ഈ ഒരു വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ CPM നടത്തിയിട്ടുള്ള ഒരു ശ്രമങ്ങളുണ്ട്. അത് മാധ്യമങ്ങളിലൂടെ നാട് മുഴുവൻ കണ്ടതാണ്, കേരളം മുഴുവൻ കണ്ടതാണ്. എങ്ങോട്ടാണ് ഇവർ ഈ നാടിനെ കൊണ്ടുപോകുന്നത് എന്ന് കേരളം ചിന്തിച്ചു തുടങ്ങിയതും സമഗ്രമായിട്ട് ചിന്തിച്ചു തുടങ്ങിയതും അപ്പം മുതലാണ്. രാഷ്ട്രീയ എതിരാളികൾ ഇല്ലാതാക്കാൻ നാടിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന ഇത്തരം ഹീനമായ ശ്രമങ്ങളെ മുളയിലേ നുള്ളുന്നതിന് പകരം അതിനെ രാഷ്ട്രീയ വളമാക്കാൻ നോക്കിയിട്ടുള്ള നേതാക്കൾ കേരള രാഷ്ട്രീയത്തിന് അപമാനമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്നാൽ വടകരയിലെ ജനങ്ങൾ അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധത കൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള ഒരു കെണിയിൽ വീണതുമില്ല, അവരത് കുടുങ്ങിയതുമില്ല, ഒരു കലാപം അവരുടെ ഉണ്ടായില്ല. അവരെ സംബന്ധിച്ചുള്ള സാമൂഹ്യ പ്രതിബദ്ധത എന്നത് അല്ലെങ്കിൽ ഒരു പൗരബോധം എന്നത് കുറച്ചൊക്കെ അന്തമുണ്ടായിരുന്നത് കൊണ്ട് അവരതിനെക്കുറിച്ച് ചിന്തിച്ചതുമില്ല. ഈ നാടിന്റെ ഐക്യത്തിനെതിരെ CPM എറിഞ്ഞിട്ടുള്ള കമ്മ്യൂണൽ പോയിസൺ ബോംബിനെ കൃത്യമായി തിരിച്ചറിയാൻ ഒരു ബോംബ് സ്ക്വാഡിനെ പോലെ പ്രവർത്തിച്ചിട്ട് അതിനെ നിർവീര്യമാക്കാനും വടകരയിലെയും കേരളത്തിലെയും പൊതുസമൂഹത്തിന് സാധിച്ചു എന്നത് തന്നെയാണ് ഇവിടെ ഒരു കലാപം ഉണ്ടാകാതെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലൊരു വിഷമുണ്ടാകാതെ ഒരു വിഭാഗീയത ഉണ്ടാകാതെ രക്ഷപ്പെടുത്തിയത്. Different angles. Don't forget to subscribe and support this channel.